നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 15-16 തീയതികളിലെ രാശിഫലങ്ങൾ ആണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 14 രാത്രി 8:03 PM മുതൽ സെപ്റ്റംബർ 17 വെളുപ്പിന് 12:28 AM വരെ, അതായത് സെപ്റ്റംബർ 16 അർദ്ധരാത്രി കഴിഞ്ഞ് 12:28 AM വരെ ആണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇതിൽ ഒരു ദിവസത്തെ ജ്യോതിഷപരമായ കാര്യങ്ങൾ ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നതിന് ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ 15-ാം തീയതി 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. ബുധൻ സെപ്റ്റംബർ 15 രാവിലെ 11:08 AM ഉച്ചരാശിയായ കന്നി രാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രൻ 15-ാം തീയതി വെളുപ്പിന് 12:18 AM ചിങ്ങം രാശിയിലേക്കും വരുന്നു. എന്ന് പറയുമ്പോൾ 14-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് 12:18 AM മുതൽ ശുക്രൻ ചിങ്ങം രാശിയിലും വരുന്നു. പിന്നെ സെപ്റ്റംബർ 14 രാത്രി 8:03 PM ചന്ദ്രൻ മിഥുനം രാശിയിൽ വ്യാഴവുമായിട്ട് യോജിച്ച് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവിടെ ചൊവ്വ പ്രതികൂലമായിട്ട് 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി 7 ശനിയുടെ തുടക്കം 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ മുരുകക്ഷേത്രത്തിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 5 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അനുകൂലമായിട്ട് നിൽക്കുന്നതിൽ വ്യാഴം, ശനി ഇവയുണ്ട്. അതുകൂടാതെ പുതുതായിട്ട് ഇപ്പോൾ 6-ാം ഭാവത്തിൽ ചൊവ്വയും വന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. സർവവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്ത് ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറേ
മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വ്യാഴവും ശനിയും മാത്രമാണുള്ളത്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഉള്ള പ്രധാനപ്പെട്ട 2 മാറ്റം എന്ന് പറഞ്ഞാൽ ബുധൻ അനുകൂലമാവുകയും ചെയ്തു. ചൊവ്വ പ്രതികൂലത്തിൽ നിന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും, ശമിച്ചു തുടങ്ങും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറേയൊക്കെ മാറിക്കിട്ടും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് വരുന്നു. അതായത് 13-ാം തീയതിയാണ് ചൊവ്വ പ്രതികൂലമായിട്ട് മാറിയത്. അതുകൂടാതെ ഇവിടെ ഈ ദിവസങ്ങളിൽ ചന്ദ്രനും വ്യാഴവും അഷ്ടമത്തിലാണ്. 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ്. അപ്പോൾ ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് പ്രതികൂലമായിട്ട് വരികയാണ്. കൂടാതെ ചൊവ്വ പുതുതായിട്ട് പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട്. സർപ്പം നേരത്തെ തന്നെ പ്രതികൂലമായിരുന്നു, അഷ്ടമത്തിൽ തന്നെയാണ്. അപ്പോൾ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, ശുക്രൻ മാത്രം. സൂര്യൻ, ശിഖി, ബുധൻ, ശനി ഇവ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രൻ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഇപ്പോൾ പുതുതായിട്ട് ചൊവ്വയും വന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ചന്ദ്രനും പ്രതികൂലമാണ്. അപ്പോൾ അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണിത്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. അപ്പോൾ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വഴിപാടുകൾ നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ സർപ്പം അഥവാ രാഹു അഷ്ടമത്തിലാണ്. അപ്പോൾ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് അമ്പലം തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ട് തന്നെ വിശ്രമം എടുക്കുക. കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഓം നമോ നാരായണായ. അതുപോലെ തന്നെ ചൊവ്വ പ്രതികൂലമായതിനാൽ ഓം വജത് ഭുവേ നമ. പിന്നെ രാവിലെ 11 മണി വരെ നമുക്ക് ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് എന്ന മന്ത്രം ചൊല്ലുക. അപ്പോൾ ഈ മന്ത്രങ്ങൾ മാറി മാറി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ. ഇവിടെ
ശുക്രൻ മാത്രമാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും, എന്നാൽ തന്നെ എല്ലാത്തിനും ഒരു തടസ്സവും പൊതുവെ ആരോഗ്യത്തിന് അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അത് നമുക്ക് ഈശ്വര ഭജനം കൊണ്ട് മറികടക്കാൻ പറ്റും. ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാദണ്ഡകം ചൊല്ലുക. മാണിക്യ വീണ ഉപാലാളന്തി എന്ന് തുടങ്ങുന്ന ആ കാളിദാസ കൃതി ചൊല്ലിക്കൊണ്ടേയിരിക്കുക ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് ഈ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് ഓം നമഃ ശിവായ, ലോകത്തെ ഏറ്റവും അതിശക്തമായ ചെറുമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് ഓം നമഃ ശിവായ. അത് പ്രധാനമായിട്ടും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത്, അല്ലാത്ത സമയത്ത് ശ്യാമളാദണ്ഡകം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കർക്കിടകം രാശിക്ക് അത്യാവശ്യം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതിന് മാറ്റം വരും 17-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക്. ഓക്കെ, കന്നിമാസം ആകുമ്പോൾ, അതായത് 17-ാം തീയതി വെളുപ്പിന് സൂര്യൻ രാശി മാറും. അത് ഇവർക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത്. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറ്റം വരും. തീർച്ചയായിട്ടും അസുഖങ്ങളെല്ലാം ഭേദപ്പെട്ടു തുടങ്ങും. കർക്കിടകം രാശിക്കാർ മന്ത്രജപങ്ങളിലും ഈശ്വര പ്രാർത്ഥനയിലും മുഴുകുക. ഇനി ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് കുറച്ച് നാളിന് ശേഷം ഗുണാധിക്യം വരികയാണ്. കുറച്ച് കാലമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഇവിടെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തടസ്സപ്പെട്ട് നിന്നിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ മാറ്റിവെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് പുതുതായിട്ട് ചൊവ്വ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ്. എങ്കിലും സൂര്യൻ, ശിഖി, സർപ്പം, ശനി എന്നീ പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയോ ദർശനം നടത്തുകയോ ചെയ്യുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ഇവർക്ക് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ കൃഷി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പുതുതായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് മറികടക്കാനുള്ള സാധ്യത ഈ അടുത്ത 45 ദിവസത്തിനുള്ളിൽ സാധ്യത ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, വാഹനലാഭം ഇതൊക്കെ പ്രതീക്ഷിക്കാം ഈ ദിവസങ്ങളിൽ. പൊതുവെ ചിങ്ങം രാശിക്ക് വളരെ കാലത്തിന് ശേഷം ഗുണാധിക്യം വരികയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. മാറ്റിവെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ഇപ്പോൾ ബുധൻ അനുകൂലമല്ലാതായി മാറി. സൂര്യൻ 12-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി 7-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ശനിയാഴ്ച
ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ഇനി തുലാം രാശി. ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് ശ്രദ്ധിക്കേണ്ടത്, ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. വാഹന അപകടങ്ങളിൽ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച തീർച്ചയായിട്ടും മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. കൂടാതെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനമെങ്കിലും നടത്തുക. പറ്റുന്ന ദിവസം വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ബുധൻ ഇവിടെ ഇവർക്ക് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് വന്നിരിക്കുന്നു. എങ്കിലും അത് ബുധൻ്റെ ഉച്ചരാശിയായ കന്യരാശി ആയതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നും വരില്ല. അതുമാത്രമല്ല, ബുധനൊരു ശുഭഗ്രഹമാണ്. അപ്പോൾ നേട്ടങ്ങളൊന്നും കിട്ടില്ലെങ്കിലും ദോഷങ്ങൾ കുറച്ച് കുറയും. കുറച്ചല്ല, ബുധൻ്റെ ഉച്ചരാശിയാണ് കന്യരാശി, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വഴിപാടുകൾ നടത്തുക. ചന്ദ്രൻ ഇവിടെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവുമായിട്ട് ചേർന്ന് ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കും. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ കുറച്ചൊക്കെ നീങ്ങിത്തുടങ്ങും. പിന്നെ ചിങ്ങം രാശി ചിങ്ങമാസം ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ സൂര്യൻ ഒരു 3 മാസത്തേക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ലാതായി മാറും. പ്രതികൂലവും ഒക്കെ ആവും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ 2 ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കാരണം സൂര്യൻ ഏത് നിമിഷവും 17ാം തീയതി വെളുപ്പിന് തന്നെ രാശി മാറും. അപ്പോൾ 15ഉം 16ഉം കൂടിയേ ഉള്ളൂ ഈ സൂര്യൻ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണെന്ന് ഓർക്കുക. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ 2 ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ശുക്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ശുക്രൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് 10ാം ഭാവത്തിലായിരുന്നു, ഡയറക്റ്റായിട്ട് അനുകൂലമല്ലായിരുന്നു. ഇപ്പോൾ അത് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഈ 2 ദിവസങ്ങളിൽ 15ഉം 16ഉം ദിവസങ്ങളിൽ സൂര്യനും അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് ലഭിക്കാനുണ്ടായിരുന്ന സാമ്പത്തിക ലാഭങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ അത്യധികം ഗുണാധിക്യം ചൊരിയുന്ന സമയമാണ്. ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ ഈ 2 ദിവസങ്ങളിൽ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ട്. അത് 17ാം തീയതി രാവിലെ ആകുമ്പോൾ അത് മാറ്റം വരും. അതുകൊണ്ട് പ്രധാനപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ശനി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുകയാണ്. പിന്നെ സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് 9ാം ഭാവത്തിൽ നിൽക്കുന്നു. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ചൊവ്വ പ്രതികൂലമായിട്ട് വന്നു. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് പുറമെ സാമ്പത്തികമായ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാഹന അപകടങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ വ്യാഴം, ചന്ദ്രൻ ഇത് രണ്ടും അഷ്ടമത്തിലാണ്, പ്രതികൂലമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എങ്കിലും ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനമെങ്കിലും നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ ഇവർക്ക് സൂര്യൻ ചിങ്ങത്തിലും ചിങ്ങമാസവും കന്നിമാസവും അനുകൂലമായിട്ട് നിൽക്കും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ബൗദ്ധിക മേഖലയിൽ നേട്ടം, ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പുതുതായിട്ട് ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം എന്നുള്ള നിലയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോവാം. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം, പൂർവിക സ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. ഇവിടെ ചൊവ്വ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിൽ, കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം, അതുപോലെ തന്നെ വാഹന ലാഭം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നത് അത് നമുക്ക് ഇവിടെ നിസ്സാരമായിട്ട് മറികടക്കാനുള്ള അവസ്ഥ ഉണ്ടാവും. പൊതുവെ ധനുരാശിക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനുരാശിക്ക് പൊതുവെ ഗുണാധിക്യമാണ് കാണുന്നത്, അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. ശനി നേരത്തെ തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ വാഹനയോഗം, വാഹന ലാഭം ഉണ്ടാവും, വാഹന ഭാഗ്യം ഉണ്ടാവും. പിന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും വ്യാഴം, സൂര്യൻ, ശിഖി ഇവ പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് അഷ്ടമത്തിലായിരുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദോഷങ്ങൾ കുറയും. ഡയറക്റ്റായിട്ട് ഇപ്പോൾ പ്രതികൂലമായിട്ട് ഇവർക്ക് സർപ്പവും ശനിയും മാത്രമാണുള്ളത്. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പ്രണയ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും.
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പിന്നെ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാവും. കുംഭൻ രാശിക്ക് ഏകദേശം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 2 ഗ്രഹങ്ങൾ മാത്രമാണ് പാവഗ്രഹങ്ങളാണ്, എങ്കിലും 2 എണ്ണം മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, അനുകൂലമായിട്ട് വ്യാഴവും ബുധനും. ഓക്കെ, ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. ഇവർക്ക് ചൊവ്വ അഷ്ടമത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കൂടാതെ ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവർക്ക് ജന്മശനിയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച അയ്യപ്പന്, ശിവന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് ഈ 2 ദിവസങ്ങളിലും സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചിങ്ങം മാസം ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും പാപഗ്രഹങ്ങളായ ശനി, സർപ്പം, ചൊവ്വ ഈ 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച അതുപോലെ ശനിയാഴ്ച ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 15/9/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 1, 9, 8, 2 ഇവ ഭാഗ്യസംഖ്യകളാണ്. 5198 എന്നുള്ള ഗ്രൂപ്പ് നമ്പേഴ്സിനെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി 16/9/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 1, 9, 8, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 15, 16 തീയതികളിൽ രാവിലെ 4:43 AM മുതൽ രാവിലെ 5:31 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 15, 16 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 15-ാം തീയതി 11:57 AM മുതൽ 12:46 PM വരെയാണ് 15-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 16-ാം തീയതി ചെറിയ മാറ്റമുണ്ട്. രാവിലെ 11:57 AM മുതൽ ഉച്ചയ്ക്ക് 12:45 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 16-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 15-ാം തീയതി രാവിലെ 7:50 AM മുതൽ രാവിലെ 9:20 AM വരെയാണ് 15-ാം തീയതി രാഹുകാലം. 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:22 PM മുതൽ 4:53 PM വരെയാണ് 16-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 15-ാം തീയതി തിങ്കളാഴ്ച നീല, വെള്ള. 16-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.